ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മക്കൾക്ക് 2 പേർക്കും അവധിയാണ്. സ്കൂളിനും കോളേജിനും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രി ഇവിടെ നല്ല ശക്തിയായ മഴയായിരുന്നു. പിന്നെ നേരം വെളുത്തപ്പോൾ ഒന്ന് കുറഞ്ഞു. പിന്നെ വീണ്ടും ഒരു 10 മണിക്ക് ശേഷം വീണ്ടും നല്ല കനത്ത മഴ തന്നെയായിരുന്നു. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ടായിരിക്കണം കേട്ടോ. എങ്കിലും നൂൽപുട്ടിൻ്റെ അച്ചിന്ന് സ്മൂത്തായിട്ട് ഇങ്ങനെ മാവ് പിഴിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ശക്തി മുഴുവൻ നൂൽപുട്ടിൻ്റെ അച്ചുമ്മ പ്രയോഗിക്കേണ്ടി വരും. മാവ് പിഴിഞ്ഞ് ഇഡ്ഡലി ചെമ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറിയുടെ പരിപാടി നോക്കാം. ഗ്രീൻ പീസ് ആദ്യം തന്നെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് കറിക്ക് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടി, ചിക്കൻ മസാല എന്നിവയിട്ടിട്ട് നന്നായി വഴറ്റുക. ഇവിടെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കറിയേ വേണ്ടൂ. ഒരു നുള്ളു ഗരം മസാല ഇടാൻ മറക്കണ്ട കേട്ടോ. നൂൽപുട്ടും കറിയും റെഡി ആയിട്ടാ. അവധിയായ കാരണം മക്കൾ നല്ല ഉറക്കത്തിലാണ്. ഇനി അവരെ വിളിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. ഇവിടെ നല്ല ശക്തിയായ മഴ തന്നെയാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.